നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊച്ചിയിൽ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ചു. 59 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയായത്. പ്രതിയെ പിടികൂടി. എടത്തുരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. പെരിഞ്ഞനത്ത് വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. പെരിഞ്ഞനം പൊന്മാനിക്കുടം തറയിൽ രാജീവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വാർത്തകൾ വിശദമായി. കൊച്ചിയിൽ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ചു. 59 വയസ്സ് പ്രായമുള്ള റെയിൽവേ സ്റ്റേഷനിൽ താൽക്കാലിക ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയായത്. പ്രതിയായ ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. കൊച്ചിയിൽ 59-കാരിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അസം സ്വദേശി ഫിർദോസ് അലിയാണ് കടവന്ത്ര പോലീസിന്റെ പിടിയിലുള്ളത്. ഇക്കഴിഞ്ഞ 13-ന് വൈകിട്ട് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കൈതക്കാട്ടിൽ വെച്ചായിരുന്നു ബലാത്സംഗം നടന്നത്. ആലപ്പുഴ സ്വദേശിയായ സ്ത്രീ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇവരുടെ സ്വകാര്യ ഭാഗത്തും ശരീരത്തിലും പ്രതി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആലുവയിലേക്ക് പോകാൻ സഹായിക്കാമെന്ന് പറഞ്ഞാണ് സ്ത്രീയെ പ്രതി ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയത്. തുടർന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെത്തിച്ച് 3 മണിക്കൂറോളം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. കരച്ചിൽ കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മീഡിയ ടൈം, കൊച്ചി. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരന്റെ കാല് തളർന്നെന്ന പരാതിയിൽ ഗുരുവായൂർ ACP അന്വേഷണം തുടങ്ങി. ഗുരുവായൂർ SP KG സുരേഷാണ് അന്വേഷണം തുടങ്ങിയത്. ആശുപത്രിയിലേക്ക് നടന്നു വന്ന കുട്ടി തിരിച്ചു പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ 7 വയസ്സുകാരന് കുത്തിവയ്പ് നൽകിയതിനെ തുടർന്ന് ഇടതുകാലിന് തളർച്ച ബാധിച്ചെന്നാണ് പരാതി. താലൂക്ക് ആശുപത്രിയിലെത്തിയ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു. കുട്ടിയും അമ്മയും ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് എത്തിയത് മുതലുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചതായി പോലീസ് വിശദമാക്കി. ആശുപത്രിയിലേക്ക് നടന്നു വന്ന കുട്ടി തിരിച്ചു പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി ആരോപണ വിധേയയായ ഡോക്ടറെ ജോലിയിൽ നിന്ന് നീക്കിയിരുന്നു. കുത്തിവയ്പ് നടത്തിയ പുരുഷ നഴ്സിനെ നേരത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടതുകാലിനാണ് നടക്കാൻ കഴിയാത്ത വിധം തളർച്ച ബാധിച്ചത്. ഡിസംബർ 1-നാണ് സംഭവം. പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ 2ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് ഉമ്മ ഹിബയുമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ 2 കുത്തിവയ്പ്പുകൾ എടുക്കുവാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഗസാലിയുടെ ഇടതു കൈയിൽ ആദ്യം കുത്തിവയ്പ് നൽകി. കയ്യിൽ വേദന അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ നഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും ഉമ്മ പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നത്. പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവയ്പ് നൽകി. ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോകുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ മാതാവ് ഹിബ ഡോക്ടറെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു. കയ്യിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഓയിൻമെന്റ് നൽകിയ ഡോക്ടർ കാലിലേത് മാറിക്കോളുമെന്നും പറഞ്ഞ് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു. എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ രക്ഷിതാക്കൾ കുട്ടിയെ കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. മരുന്ന് മാറിയതിനാലോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതിനാലോ ആവാം കാലിലെ തളർച്ചയെന്ന് അവിടെയുള്ള ഡോക്ടർ അഭിപ്രായപ്പെട്ടതായാണ് പരാതിക്കാർ പറയുന്നത്. ഇതിന് പിന്നാലെയാണ് രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന്
പുറമെ ആശുപത്രി സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, MLA, ആരോഗ്യമന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകിയത്. മീഡിയ ടൈം, തൃശൂർ. എടത്തുരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. എയർപോർട്ടിൽ പോയി വരികയായിരുന്ന വലപ്പാട് സ്വദേശി കൊണ്ടിയാറ ഗോപാലകൃഷ്ണനും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഹ്യൂണ്ടായി കാറാണ് കത്തിയത്. കാറിലുണ്ടായിരുന്നവർ തീ കണ്ട് പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു. പെരിഞ്ഞനത്ത് വീട് കുത്തിത്തുറന്ന് മോഷണ ശ്രമം. പെരിഞ്ഞനം പൊന്മാനിക്കുടം തറയിൽ രാജീവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. സഹോദരൻ പ്രദീപ് മാത്രമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത്. മുകളിലത്തെ നിലയിലായിരുന്ന പ്രദീപ് വാതിലുകളും മറ്റും തുറക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോഴാണ് മോഷ്ടാക്കളെ കണ്ടത്. ഉടൻ തന്നെ ശബ്ദം വെച്ച് റൂമിന്റെ വാതിൽ അടയ്ക്കുകയായിരുന്നു. ഇതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. എല്ലാ മുറികളും അലമാരയും കുത്തി തുറന്ന നിലയിലാണ്. എന്നാൽ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് വിവരം. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുവാനായി പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുന്നത് താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ലൈബ്രറി കൗൺസിൽ ഭാരവാഹികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിനെയാണ് സ്ഥിരം സമിതി അധ്യക്ഷൻ PK ജേക്കബ്, CV ആന്റണി തുടങ്ങിയവരെ ഉപരോധിച്ചു. ഇവിടെ പ്രവർത്തിച്ചിരുന്ന ലൈബ്രറി കൗൺസിൽ നിർമ്മാണത്തിന്റെ ഭാഗമായി മറ്റൊരിടത്തേക്ക് മാറണമെന്ന് കാണിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. ബ്ലോക്ക് യോഗത്തിൽ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനനുസരിച്ച് കെട്ടിടത്തിൽ മുറി അനുവദിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നാണ് തീരുമാനിക്കുകയും ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പില്ലാതെ ഓഫീസിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും പരിച്ഛേദിച്ചതായും പഴയ കെട്ടിടം പൊളിച്ചു നീക്കുവാൻ തുടങ്ങിയതോടെയാണ് നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരെ ഉപരോധിച്ചത്. ബദൽ സംവിധാനം ഒരുക്കാതെ സ്ഥലം മാറിപ്പോകുവാൻ നിർദ്ദേശിക്കുന്നത് അംഗീകരിക്കുവാൻ സാധിക്കില്ലെന്ന നിലപാടിലാണ് ലൈബ്രറി കൗൺസിൽ. താലൂക്കിലെ 100ഓളം വരുന്ന ലൈബ്രറികളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നും ബ്ലോക്കിലെ ഏതെങ്കിലും കെട്ടിടത്തിൽ താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും താൽക്കാലിക സംവിധാനം ഒരുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്തിന് സാധിക്കില്ലെന്നും ബ്ലോക്ക് അധികൃതർ അഭിപ്രായപ്പെട്ടു. കാലം പഴക്കം ചെന്ന കെട്ടിടമായതിനാലാണ് MLAയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ മുറി നൽകാമെന്ന് രേഖാമൂലം ഉറപ്പു നൽകുവാൻ സാധിക്കില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. എന്നാൽ രേഖാമൂലം ഉറപ്പു നൽകണമെന്നും അല്ലാതെ നിർമ്മാണവുമായി മുന്നോട്ട് പോകുവാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ. പ്രസിഡന്റ് I ബാലഗോപാലൻ, സെക്രട്ടറി CD പോൾസൺ, KA ഭരതൻ, KS അശോകൻ, ജിൽ ആന്റണി, സിന്ധു ജയരാജ്, ബ്ലോക്ക് മെമ്പർമാരായ രമ്യ വിജിത്ത്, സിന്ധു രവി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏകപക്ഷീയമായ നടപടി അവസാനിപ്പിച്ചുകൊണ്ട് താലൂക്കിലെ ലൈബ്രറികളുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുവാൻ പുതിയ സംവിധാനം ഒരുക്കുവാൻ തയ്യാറാവണമെന്ന് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. തുരുത്തിപ്പറമ്പ് വിനോദ് സ്മാരക സാംസ്കാരിക നിലയം, ഐ വിഷൻ ചാലക്കുടിയും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. സെന്റ് പോൾസ് LP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ നീസൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ജിൻസൺ ചാദേലി, വൈസ് പ്രസിഡന്റ് അനീഷ്, നവീൻ ചുള്ളിക്കാട്ടിൽ, സന്ദീപ്, ദിലീപ്, നിശാന്ത്, ജോസ്, അമൽ, ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യവുമായി 2 ദിവസമായി നടത്തുന്ന ഗ്രാമശാസ്ത്ര ജാഥയ്ക്ക് കൊടകരയിൽ തുടക്കമായി. കൊടകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച കാൽനട ജാഥ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവഹണ സമിതി അംഗം K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രനീല ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK അജയ് കുമാർ, KK അനീഷ് കുമാർ, മേഖലാ പ്രസിഡന്റ് KK സോജ, മേഖലാ സെക്രട്ടറി TM ശിവമണി, MK ജോർജ്, TA വേലായുധൻ എന്നിവർ സംസാരിച്ചു. നവീകരണം പൂർത്തീകരിച്ച കൊടകര സെന്റ് ജോസഫ് ഫൊറോന ദേവാലയത്തിന്റെ കൂദാശയും പുനഃപ്രതിഷ്ഠയും ഇരിഞ്ഞാലക്കുട രൂപത മാർ പോളി കണ്ണൂക്കാടൻ മെത്രാൻ നിർവഹിച്ചു.
തുടർന്ന് കുർബാനയ്ക്ക് ശേഷം നടത്തിയ ഇടവക ജൂബിലി സമാപന പൊതുയോഗം ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ഇടവക വികാരി ഫാദർ പൈസ് ചെറുപ്പണത്ത് അധ്യക്ഷത വഹിച്ചു. മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് സോവനീർ പ്രകാശനം നിർവഹിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ ഭവന നിർമ്മാണ സഹായധനം കൈമാറി. പ്രതിനിധി യോഗം സെക്രട്ടറി ജസ്റ്റിൻ പന്തലിപ്പാടൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ഡേവിസ് കല്ലിങ്ങൽ, റിൻസൺ അരിക്കാടൻ, ഫാദർ ലിൻഡോ കുറ്റിക്കാടൻ, ഫാദർ ടോണി പാറക്കാടൻ, പഞ്ചായത്ത് അംഗം പ്രണീല ഗിരീശൻ, പ്രിൻസ് ചിറ്റാട്ടുവരക്കാരൻ, ജോസ് മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊച്ചിയിൽ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് റെയിൽവേ ട്രാക്കിന് സമീപം ഉപേക്ഷിച്ചു. 59 വയസ്സ് പ്രായമുള്ള സ്ത്രീയാണ് ബലാത്സംഗത്തിന് ഇരയായത്. പ്രതിയെ പിടികൂടി. എടത്തുരുത്തി ചൂലൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. ചൂലൂർ പൊട്ടൻ സെന്ററിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. പെരിഞ്ഞനത്ത് വീട് കുത്തി തുറന്ന് മോഷണ ശ്രമം. പെരിഞ്ഞനം പൊന്മാനിക്കുടം തറയിൽ രാജീവിന്റെ വീട്ടിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.